ന്യൂഡൽഹി വരെ പോകുന്ന 6627 നമ്പർ കേരള എക്സ്പ്രസ് ബോംബ് ഭീഷണിയെ തുടർന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, ഏതോരാളായി ബോംബ് കണ്ടുപിടിച്ചത്? ബോംബ് കണ്ടുപിടിച്ചിട്ടില്ല, തിരയുന്നതേ ഉള്ളൂ. അതല്ല, ഏതോരാളായി റെയിൽവേ സ്റ്റേഷനകത്ത് ബോംബ് വെച്ചത്? ഈശ്വരാ, ഇനി എന്റെ കടക്കകത്താണോ ഉണ്ടോ? കാണത്തില്ലായിരിക്കും. അയ്യോ, എന്റെ റേഡിയേറ്റിയെ, ഇനി ആ റേഡിയേറ്റിനകത്താണോ ഉണ്ടോ? ബോംബ് കണ്ടുപിടിച്ചോ? ബോംബ് കണ്ടുപിടിച്ചത് റെയിൽവേ പോലീസിന്റെ പണിയല്ല, അത് കണ്ടുപിടിക്കാൻ ഇവിടെ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ട്. എന്നാലും എന്റെ പൊന്നു സാറേ, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഏതവരാ ബോംബ് വെച്ചത്? ബോംബ് ഇയാൾ ഈ ബോംബിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ രാവിലെ കടിക്കാൻ എന്തോണ്ട്? കടിക്കാൻ രാവിലെ ഉണ്ടാക്കിയ ചൂടുള്ള ഒരു ബോംബുണ്ട്. ബോംബല്ല, ബോട്ട. ബോട്ടയും ചീട്ടേന്ന് വേണ്ട. ദോശ ഉണ്ടോ? ദോശയുണ്ട്. എന്താ സാമ്പാർ കഴിക്കാതെ 2 ദോശയിട്. എന്താണ്? സാമ്പാർ തീർന്നു പോയി, ചമ്മന്തി പഠിക്കാനായിട്ട് ദോശ എടുത്തേ. അതൊക്കെ പോട്ടെ. ഇവിടെ ഊണിന് എത്ര രൂപയാ? ഊണിന് ഇപ്പൊ 25 രൂപയേ ഉള്ളൂ. പിന്നെ പതിവായി വന്ന ചോറുണ്ടെന്നവർക്ക് 15 രൂപയേ ഉള്ളൂ. ഞാനും പതിവായിട്ട് ചോറാ ഉണ്ണുന്നത്. ഇതാ 15 രൂപ ഒരു പാഴ്സൽ എടുക്ക്. നമ്മുടെ ഫ്ലാറ്റ് പോയിട്ട് വടക്കുവശത്ത് എന്തോ ഒരു ആൾക്കൂട്ടം ബോംബ് കണ്ടുപിടിച്ചാണോ? അയ്യോ, അത് ബോംബ് കണ്ടുപിടിച്ചതല്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോർട്ടർ ശിവൻകുട്ടി ഇല്ലയോ, ആ വെടിയൻ ശിവൻകുട്ടി, അവർ ആ യാത്രക്കാരെടുത്ത് പൊങ്കച്ചോ വെടിയും പറഞ്ഞോണ്ടിരിക്കുക. മാനം മര്യാദയ്ക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കടയായിരുന്നത്. നശിച്ച വെടിയൻ ശിവൻകുട്ടി ഈ കടയിൽ വന്നിരുന്നത് വെടിയടിയും പൊങ്കച്ചോ പറഞ്ഞിട്ട് പറയുന്നത് കാരണം ഒരൊറ്റ മനുഷ്യൻ ഈ കട കയറാതായി. 100 ആയിസ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ശിവൻകുട്ടിയുടെ കാര്യം. ശിവൻകുട്ടിയുടെ കയ്യിൽ എന്തുവാ? ഇതൊരു കിലോ പോത്തിറച്ചിയാ. അതെന്തിനാ ഇങ്ങനെ ആട്ടുന്നത്? ആട്ടിറച്ചിക്കൊക്കെ ഇപ്പൊ എന്താ വില? അവിടെ എന്ത് പറഞ്ഞു രാവിലെ യാത്രക്കാരോട് വെടിയടിച്ചു നിന്നത്? എന്റെ ചേട്ടാ, ഒന്നും പറയണ്ട. ഈ ട്രെയിനകത്ത് വന്ന് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവവേദന എടുത്ത് ഭയങ്കര കരച്ചില്. എന്നിട്ട് ആരും എടുക്കുന്നില്ല. അവസാനം ഞാൻ അവരെ വിളിച്ച് നമ്മുടെ PWD ജീപ്പിൽ കയറ്റി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ എന്താ ജീപ്പ് സ്റ്റാർട്ടാക്കാൻ താക്കോലില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ എന്റെ കുഞ്ഞു വിരൽ അങ്ങോട്ട് കയറ്റി ഒരൊറ്റ തിരി. ജീപ്പ് അങ്ങ് സ്റ്റാർട്ടായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ആ ഗർഭിണിയെ കയറ്റിക്കൊണ്ട് ജീപ്പ് 100 പറക്കുമല്ലായിരുന്നോ? സമ്മതിക്കണം കേട്ടോ. എന്റെ ആശാനെ ആശുപത്രി ചെന്നപ്പോ അറിഞ്ഞത് എന്തുവാ, എനിക്കാണെങ്കിൽ ലൈസൻസും ഇല്ല, ഡ്രൈവിംഗ് അറിയാൻ വയ്യ. ശിവൻകുട്ടിയെ ഇതിനൊക്കെ നല്ലതാ ബോംബ് പൊട്ടി അതിലൊക്കെ ചാകുന്നതാ. കേട്ടോ സാറേ, ചില സിനിമാടന്മാരും ട്രെയിനകത്തുണ്ടെന്നാ പറയുന്നത്. ഈ ശിവൻകുട്ടിയുമായി ബന്ധമില്ലാത്ത സിനിമാ നടന്മാരോ? ഈയിടെ നിനക്ക് സിനിമാടന്മാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയാൻ നിന്റെ വീട്ടിൽ ആരെങ്കിലും സിനിമാക്കാരുണ്ടോ? കൊള്ളാം, സിനിമാക്കാരുണ്ടോന്ന്. തമിഴ് നടൻ ക്യാപ്റ്റൻ വിജയകാന്തും എന്റെ ചേട്ടന്റെ മുറ്റ സുഹൃത്തുക്കളാ. ഈ വിജയകാന്ത് കേരളത്തിൽ വന്നാലേ ചേട്ടന്റെ വീട്ടിലാ താമസിക്കുന്നത്. എടാ ശിവൻകുട്ടി, എന്താ ഈ തോക്ക് വെച്ച് എന്തൊക്കെ വെടിവെച്ചു? നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. ഈ വിജയകാന്ത് ഷൂട്ടിംഗ് സംബന്ധമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്താക്കി നീ ഒന്ന് വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട് വരിക മാത്രമല്ല, അദ്ദേഹത്തെ കൊണ്ടൊരു ഡാൻസ് കളിപ്പിച്ചിട്ടേ വിടത്തോളൂ. ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എല്ലാവരും ഇവിടെ തന്നെ കാണണേ. തമിഴൻ തമിഴൻ ഇവൻ താൻ തമിഴൻ, തലൈവൻ തലൈവൻ ഇവൻ താൻ തലൈവൻ, ഇനിമേൽ ഇവനിൻ രാജ്യം താനേ, മക്കൾ പോറ്റും മുതൽവൻ ഇവനേ. സാർ ഇവിടെ ഇരിക്കും സാർ. സാർ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാനും ക്യാപ്റ്റനും തമ്മിലുള്ള ബന്ധം. അണ്ണനുക്ക് ഇപ്പൊ എപ്പിടി ഇருக்கு? അണ്ണനും അക്കച്ചയ്ക്കും എല്ലാം പരമസുഖം. സാർ പിന്നെ എന്നമ്മാ സാർ, ഞാൻ ഇവരോട് സാറിനെ കൊണ്ടൊന്ന് ഡാൻസ് കളിപ്പിക്കാന്നും പറഞ്ഞ് അങ്ങോട്ട് വന്നത്. ശരി, நீங்க இங்க வெயிட் பண்ணுங்க. ഇടേ, സാറിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെന്ന്. പെട്ടെന്ന് പാട്ടിട്. ഇരി താന തന്തന താന തന്തന താന തന്തന പാട്, താന തന്തന താന തന്തന താന തന്തന പാട്. அடிக்கான கருந்துயிலே கச்சேரி வைக்க போறேன், உன்னை கணக்காக சேர்த்து வச்சு கைராசி பார்க்க போறேன். இனி மனசெல்லாம் மத்தாப்பு போல மலராக பூவும் அம்மா, இனி வருங்காலம் துன்பங்கள் நீங்கி மலர் மாலை போடும் அம்மா. அடிக்கான கருங்குயிலே கச்சேரி வைக்க போறேன், உன்னை கணக்காக சேர்த்து வச்சு கைராசி பார்க்க போறேன். ഇപ്പൊ എല്ലാവരുടെയും സംശയം മാറിയല്ലോ. ഇനി ആരെങ്കിലും പരിചയപ്പെടണമെന്നുണ്ടോ? ശിവൻകുട്ടി, നീ അറിഞ്ഞോ എന്തോ ഇത് നമ്മുടെ ഈ ട്രെയിനകത്ത് രസികരാജാക്കന്മാരുണ്ടെന്ന്? കൊള്ളാം. ശിവൻകുട്ടിക്ക് അറിയാൻ വയ്യാത്ത രസികരാജാക്കന്മാരോ? എന്റെ കൊച്ചേട്ട, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എന്തുവാ? ബൈജു ജോസ് എന്നാ. ശിവൻകുട്ടി, എന്തിനാണ് ഇങ്ങനെ വെടിയടിക്കുന്നത്? എടാ, ഈ രസികരാജനെ ആരെങ്കിലും നിനക്കറിയാമോ? പിന്നെ എല്ലാരും അറിയാം. എടാ, അങ്ങനെയാണ് നീ തെളിയിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. ശരി, രസികരാജയിലൂടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളെ ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാരടാ? അജയൻ തകഴി. എടാ, നീ പറഞ്ഞ അജയ് തകഴി ഇറങ്ങി വരുന്നത്. ചേട്ടാ ഒരു ചായ. ഇപ്പൊ തരാം. എന്നാ കുടിച്ചോ. ചായ എന്ത് ചേട്ടാ?
ഇത് മൈമ കളിയാക്കി വരുന്നു. അതെന്താ സംഭവം? ചെവിയില് തൂവലിടുവാ. കളിയാക്കി വരുന്നു. അല്ല, പിന്നെ മൈമ. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ജസീരാജ കാണുന്നവരാ. എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് വെള്ളമുണ്ട്. എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്. എവിടെ? തകഴിയില്. അയ്യോ, ഇത് നമ്മുടെ ശിവൻകുട്ടിയല്ലേ? അപ്പം നിനക്കെന്നെ മനസ്സിലായി. ഇനി ചോദിക്ക്, രസികരാജയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഈ രസീതാജി ഇപ്പൊ എങ്ങനെ പോകുന്നു? ദൈവം അനുഗ്രഹിച്ച് നന്നായി പോകും. ഇന്ന് 100ാമത്തെ എപ്പിസോഡ് ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ പോട്ടെ, എനിക്കൊരു സംശയം. എന്താണ്? നിങ്ങൾ ഈ 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഈ കോമഡിയൊക്കെ ഉണ്ടാക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഈ കോമഡിക്ക് 10 സെക്കൻഡ് ഒന്നും വേണമെന്നില്ല. പിന്നെ? ഒരൊറ്റ നിമിഷം മതി. എന്നാക്കി ശരി, 10 സെക്കൻഡ് കൊണ്ട് ഇയാളൊന്ന് ചിരിപ്പിച്ചേ. ശരി, അതെന്താ ഏട്ടാ? ഇതുണ്ടെങ്കിലല്ല നിങ്ങൾക്ക് ആലോചിക്കാനേ പറ്റുള്ളൂ. ശരി, ഓക്കെ, സമ്മതിച്ചു. ഒരു കോളേജ് കുമാരൻ ഡ്രസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ മൈമിലൂടെ കാണിക്കാം. അവസാനം അദ്ദേഹത്തിന്റെ പാന്റിന്റെ സിബ് പൊട്ടുന്നു. തുടങ്ങിക്കോ. മകം പിടിച്ച യാന പോലെ മാറുവേൻ ഇനി പറ, സിനിമാ നടന്മാരെ പരിചയപ്പെടണോ, രാഷ്ട്രീയക്കാരെ പരിചയപ്പെടണോ, ശിവൻകുട്ടിയായിട്ട് ബന്ധമുള്ളവരെ ഈ നാട്ടിലുള്ള എല്ലാവരും? എന്റെ ശിവൻകുട്ടി, ഇത്രയും നാളുമായിട്ട് നിന്റെ ഈ വെടിയുടെ നിർത്താറായിട്ടില്ല നീ. സത്യമല്ലേ പറയുന്നത്? എന്റെ പൊന്നു സാറേ, ഇവന്റെ ഈ വെടിയിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കണം. ലോകത്തുള്ള എല്ലാ ആളുകളും അറിയാവുന്ന അവന്റെ ഭാവം. നിങ്ങൾ പറ, നിങ്ങൾ ആരെ പറഞ്ഞാലും അതെല്ലാം ശിവൻകുട്ടിക്ക് പരിചയമുള്ളവരായിരിക്കും. എന്താ ബെറ്റ് വെക്കുന്നോ? ആ ബെറ്റ് വെക്കുന്നു. 25,000 രൂപ ബെറ്റ്. ശരി. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരാൾ, എന്നാൽ അദ്ദേഹത്തിന് എല്ലാരെയും നേരിട്ട് അറിയാനും പാടില്ല. ആരാ? നമസ്കാരം. എല്ലാവർക്കും എന്റെ നമസ്കാരം. അയ്യോ, സാറിനെ നേരിട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. സാറിനോട് ചോദ്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിച്ചോളൂ. സാറിന്റെ ഭരണകാലത്ത് കേരളീയർക്ക് ഏറ്റവും നേട്ടമുണ്ടായ സംഭവം എന്താണ്? ഞങ്ങളുടെ ഭരണകാലത്തല്ലേ 2 ഓസ്കാർ ഇവിടെ കൊണ്ടുവന്നത്. അതൊക്കെ പോട്ടെ സാർ. തൊഴിലിൽ നിൽക്കുന്ന ആളിനെ സാറിന് പരിചയപ്പെട്ടു? അല്ല, ഇതാര് നമ്മുടെ ശിവൻകുട്ടിയോ? എന്തോ ഉണ്ട് ശിവൻകുട്ടി വിശേഷങ്ങൾ. സാറൊന്ന് റെസ്റ്റ് ചെയ്യണം. മറിക്ക്. എല്ലാവർക്കും എന്റെ ലാൽ സലാം. അപ്പോ ശിവൻകുട്ടി, വാ, നമുക്ക് അല്പസമയം സംസാരിക്കാം. അപ്പൊ കൊച്ചേട്ടോ, പൈസ ഒക്കെ എടുത്തു വെച്ചോ, ഞാൻ ഇപ്പൊ വരാം. സാറേ, നമ്മൾ 25,000 പോയെന്നാ തോന്നുന്നത്. ഇങ്ങ് വന്ന്. എന്താ സാറേ? അയ്യോ, ഒച്ചേട്ടൻ പോയി. എവിടെ പോയി? ബോധം പോയി തേ കിടക്കുന്നു. ഇതടവ്, അടവ്, എനിക്ക് പൈസ തരാതിരിക്കാനുള്ള അടവ്. ഒറ്റട്ടോ എണീക്കാൻ. ഞാനും മുഖ്യമന്ത്രി സാറും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ടായിരിക്കും ബോധം കെട്ടതല്ലയോ? അല്ല. പിന്നെന്താ, മുഖ്യമന്ത്രി എന്റെ തോളെ കൈയിട്ടോണ്ട് പോയിട്ടായിരിക്കും ബോധം കെട്ടതല്ലയോ? അതിലല്ല. എന്നാ പിന്നെ 25,000 രൂപ എനിക്ക് തരണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ബോധം കെട്ടത്. അതിലൊന്നും അല്ലെന്ന്. പിന്നെ എന്തിനാണ് ബോധം കെട്ടത്? നീ മുഖ്യമന്ത്രി കൂടെ തോളെ കയറ്റുണ്ടെങ്കിൽ നിന്നപ്പോഴേ ഈ ഇരിക്കുന്ന റെയിൽവേ പോലീസുകാരൻ വന്ന് എന്നോട് ചോദിക്കുവാ, എന്താന്ന്? നമ്മുടെ ശിവൻകുട്ടിയുടെ തോളെ കൈയിട്ടോണ്ട് നിൽക്കുന്ന ആ ജുബ്ബായിട്ട വീഴ്ചയില്ലാത്ത പുള്ളിക്കാരൻ ആരാന്ന്. रसिक राजा नंबर 1